പോക്സോ കേസിൽ വീണ്ടും അറസ്റ്റിലായ നാടകപ്രവർത്തകനെതിരെ ഗുരുതര ആരോപണവുമായി മകന്റെ ഭാര്യ. തന്റെ 6 വയസ്സുകാരിയായ മകളെ മുത്തച്ഛനായ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും മക്കളെ കൊന്ന് ഭർത്താവ് ജീവനൊടുക്കാൻ കാരണം ഇതാണെന്നും യുവതി വെളിപ്പെടുത്തി. പോക്സോ കേസിൽ ജയിലിൽ നിന്നും ഇയാൾ ജാമ്യത്തിലിറങ്ങി 16-കാരനെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ വീണ്ടും അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ മധ്യവയസ്കൻ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും പീഡനക്കേസിൽ അറസ്റ്റിലായത്. ഭർത്തൃപിതാവ് മകളെ പീഡിപ്പിച്ചിരുന്നു. പീഡന വിവരം പുറത്തറിയാതിരിക്കാൻ തന്നെയും മകളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇക്കാര്യം പലതവണ പറഞ്ഞിട്ടും ഭർത്താവ് വിശ്വസിച്ചിരുന്നില്ല. അച്ഛനെ ദേഷ്യമുള്ളതിനാൽ പറയുന്നതാണെന്നാണ് ആദ്യം ഭർത്താവ് പറഞ്ഞിരുന്നത്. പോക്സോ കേസിലെ പ്രതിയുടെ കൂടെ മകളെ താമസിപ്പിച്ചതിൽ കുടുംബ കോടതിയിൽ ഭർത്താവിന് ശകാരം കിട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എന്റെ പേരെഴുതി വെച്ച് മക്കളെ കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കിയത്, യുവതി പറയുന്നു. പയ്യന്നൂർ പോലീസ് തന്റെ ഭാഗം കേട്ടില്ലെന്നും തനിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കേസ് ചുമത്തുകയാണ് ചെയ്തത്. ഇതോടെ താൻ നാട്ടുകാരുടെ മുന്നിൽ കുറ്റക്കാരിയായെന്നും പൂതന എന്നിവരെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപം കേട്ടെന്നും യുവതി പറഞ്ഞു. കടുത്ത സൈബർ ആക്രമണം ഉണ്ടായി. മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നിവരെ പേടിച്ചിരുന്നു. വീടിന് പുറത്തിറങ്ങാനാവാതെ കാസർഗോട്ടേക്ക് താമസം മാറ്റേണ്ടി വന്നു. ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നത് വലിയ ആശ്വാസമായെന്ന് യുവതി പറയുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.